Hi everyone, this is Henna. Welcome to Henna's English. ഇന്ന് നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന പ്രയോഗം ഏതൊക്കെ സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത്തെ സന്ദർഭം ഒരാളുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി. ഉദാഹരണത്തിന് നമുക്ക് ഒരാളോട് നിങ്ങൾ മിസ്റ്റർ ജോൺ ആണോ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ മറ്റെന്തോ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ, അയാൾ നമ്മളെ കാണുന്നില്ല. അപ്പോൾ അയാളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അതായത് അയാൾ നമ്മളെ നോക്കുന്നതിന് വേണ്ടി നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് ആദ്യം പറയാം. അപ്പോൾ അയാൾ നമ്മളെ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആർ യു മിസ്റ്റർ ജോൺ? നിങ്ങൾ മിസ്റ്റർ ജോൺ ആണോ? ഇതുപോലെ ഒരാളുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ സന്ദർഭം, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് കരുതുക. നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് മാറിത്തരുന്നതിന് വേണ്ടി, വഴി തരുന്നതിന് വേണ്ടി നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറയാം. അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുഡ് യു ലെറ്റ് മീ ത്രൂ, എന്നെ ഒന്ന് പോവാൻ അനുവദിക്കുമോ, എനിക്കൊരു വഴി തരുമോ എന്നാണ് അർത്ഥം. ഇനി എക്സ്ക്യൂസ് മീ എന്ന് മാത്രം പറഞ്ഞാലും മതി. അടുത്തത് മൂന്നാമത്തെ സന്ദർഭം, എന്തെങ്കിലും ജോലിയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ അയാളുടെ ജോലി തടസ്സപ്പെടുത്തുന്ന സമയത്ത്, താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ആദ്യം എക്സ്ക്യൂസ് മീ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അയാളോട് നിങ്ങളെ ആരോ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മൾ തടസ്സപ്പെടുത്തുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആദ്യം എക്സ്ക്യൂസ് മീ എന്ന് പറയാം. എന്നിട്ട് പറയാം ബട്ട് സംവൺ ഈസ് വെയിറ്റിംഗ് ഫോർ യു, നിങ്ങളെ ആരോ കാത്തു നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരാളുടെ ജോലി തടസ്സപ്പെടുത്തുന്ന സമയത്ത് എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. ഇനി നാലാമത്തെ സന്ദർഭം, നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചുമക്കുകയോ തുമ്മുകയോ ഏമക്കമിടുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് എക്സ്ക്യൂസ് മീ എന്ന് പറയണം. കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്നുള്ളത് കൊണ്ടാണ് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത്. ഇനി അടുത്ത സന്ദർഭം, നമ്മൾ മീറ്റിങ്ങിലോ മറ്റായിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് താൽക്കാലികമായിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ്ക്യൂസ് മീ ഫോർ എ മൊമെൻറ്റ്, ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ. നമ്മൾ മലയാളത്തിൽ പറയല്ലോ ഞാനിപ്പോൾ വരാം, ഒരു മിനിറ്റ്. അതിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കൽ, എക്സ്ക്യൂസ് മീ ഫോർ എ മൊമെൻറ്റ്, ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത സന്ദർഭം, നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് നമ്മൾ കേട്ടില്ല. അപ്പോൾ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതിന്, ഒന്നും കൂടി ആവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാം. ഇത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് എക്സ്ക്യൂസ് മീ ഐ ഡിഡിൻറ്റ് ഹിയർ യു, നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാനുള്ള ഉദ്ദേശം അതൊന്നും കൂടി ആവർത്തിക്കുമോ, ഒന്നും കൂടി പറയുമോ എന്ന ഉദ്ദേശത്തിലാണ് എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിച്ചത്.